കുടുംബത്തേക്കാൾ കൂടുതൽ സമയം സുഹൃത്തുക്കളുമായി നാം ചെലവഴിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മോട് കൂടി ആയിരിക്കുന്നവരോടുകൂടി സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സംസാരിക്കുന്നത് സ്നേഹത്തിൻ്റെയും വ്യക്തിബന്ധത്തിൻ്റെയും പ്രാധാന്യം നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമേറിയ പല കാര്യങ്ങളുടെയും യഥാർത്ഥ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നില്ല എന്നതും വാസ്തവമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിലെറിയുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുവനെന്ന് പറയുമ്പോൾ ശരീരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നാം നൽകേണ്ടത് നമ്മുടെ ആത്മാവിനാണെന്നും ഈ ലോക ജീവിതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നാം നൽകേണ്ടത് നമ്മുടെ നിത്യജീവനുമാണ് എന്ന സത്യമാണ് യേശുനാഥൻ വെളിപ്പെടുത്തുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നാം ആത്മാവിനും നിത്യജീവനും പ്രാധാന്യം നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ മരണാന്തര ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്കില്ലാത്തത് കൊണ്ടും അതിനെ നാം ഗൗരവമായി പരിഗണിക്കാത്തത് കൊണ്ടുമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ മർത്തയോട് യേശുനാഥൻ പറയുന്നത്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ക്രൈസ്തവൻ്റെ ജീവിതമെന്നും അത് പുനരുദ്ധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് എന്ന സത്യവുമാണ്. For a Christian, death is not an end of the road, but a bend of the road. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം മറന്നുപോകുന്ന, വില കൊടുക്കാത്ത ഒരു പരമപ്രധാനമായ സത്യമാണ് നമ്മുടെ നിത്യജീവനും നമ്മുടെ ആത്മാവിൻ്റെ ക്ഷേമവും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് ദൈവം ചോദിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ശരീരത്തിനല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ക്ഷേമത്തിനാണ് എന്ന സത്യമാണ് യേശുനാഥൻ വെളിപ്പെടുത്തുന്നത്. കാരണം സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ധൂളി അതിൻ്റെ ഉറവിടമായ ഭൂമിയിലേക്ക് തിരികെ പോകുന്നു, ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ ഒരു ബോധ്യത്തോടുകൂടി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ശരീരത്തിനും ഈ ലോകജീവിതത്തിനും പ്രാധാന്യം നൽകേണ്ടതാണ് എങ്കിലും കൂടുതൽ പ്രാധാന്യം നാം നൽകേണ്ടത് നമ്മുടെ ആത്മാവിനും നിത്യജീവനുമാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ ആത്മാവിനും നിത്യജീവനും പ്രാധാന്യം നൽകുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. എപ്രകാരം നമുക്ക് നമ്മുടെ ജീവനും ആത്മാവിനും ജീവനും നിത്യജീവനും പ്രാധാന്യം നൽകുവാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി വചനത്തിന് പ്രാധാന്യം നൽകുന്നവരായി മാറുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം, കർത്താവിൻ്റെ നിയമം അവികലമാണ്, അതിൻ്റെ ആത്മാവിന് പുതുജീവൻ പകരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:63 യേശുനാഥൻ പറയുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ പകരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. രണ്ടാമതായി ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 63:1, കർത്താവ് എൻ്റെ ദൈവമേ, അങ്ങാണെൻ്റെ എല്ലാം, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ കൂദാശകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായി മാറുക. വിശുദ്ധ ജോൺ മരിയ വിയാനി കൂദാശകളെക്കുറിച്ച് പ്രകാരം പറയുന്നു, ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ദാവൻ അപ്പമായി മാറിയത്. ഈ ഒരു ബോധ്യത്തോടുകൂടി കൂദാശയ്ക്കും വചനത്തിനും ദൈവത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ആത്മാവിനും നമ്മുടെ നിത്യജീവനും പ്രാധാന്യം നൽകുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഈ ദൈവവചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മുടക്കമില്ലാതെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.